തനിക്ക് അർബുദമാണെന്ന വാർത്ത സത്യമാണെന്ന് രേണുസുതി. ക്യാൻസർ തേർഡ് സ്റ്റേജ് ആണെന്നും ഹൃദയത്തിൻ്റെയും മസിലിലേക്കുള്ള ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചുവെന്നും അവസ്ഥ മോശമാണെന്ന് താരം മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രേണുവിൻ്റെ വാക്കുകളുടെ തുടർന്ന് വായിക്കാം. എൻ്റെ പ്രേക്ഷകരോട് എല്ലാം പറയാൻ സമയമായെന്ന് തോന്നി. കേട്ടത് ശരിയാണ്, എനിക്ക് ക്യാൻസറാണ്. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചത് എന്നാണ്. സത്യം അതല്ല. സ്തനത്തിൽ മുഴ ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. അന്ന് ഞാൻ മുഴ കാര്യമായി എടുത്തിരുന്നില്ല. മുഴയുടെ നിറവ്യത്യാസം വന്നപ്പോഴും ഞാൻ കാര്യമായി എടുത്തില്ല. വീട്ടിലും പറഞ്ഞില്ല. അസുഖങ്ങൾ വന്നാൽ പൊതുവെ വീട്ടിൽ പറയാറില്ല. അവർ തന്നെ മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടുകാർ അറിഞ്ഞു. ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 16 വർഷം മുമ്പ് നടന്ന കാര്യമാണിത്. ബയോപ്സിയും ചെയ്തു. ശേഷം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വലിയ പ്രശ്നമില്ലെന്ന്. പക്ഷേ ഭാവിയിൽ ക്യാൻസറാകുമെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു. ആ സമയത്ത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളായിരുന്നു. ഓപ്പറേഷന് വേണ്ടി അന്ന് നടുവിന് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഒരുപാട് വേദന അനുഭവിച്ചു. ഒരു പേടി പോലും. മുഴ എടുത്ത് കളയണമെന്ന കാര്യത്തിൽ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. സൂചി കുത്തുന്നത് പോലും എപ്പോഴും എനിക്ക് പേടിയാണ്. ഓപ്പറേഷൻ ഭയമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്തനത്തിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വന്നതായി തോന്നി. ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിന് സംശയം തോന്നി. സ്കാൻ ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സ്കാനിങ്ങിന് ശേഷം മാമോഗ്രാം ചെയ്തു. വേദനയില്ലാത്ത മുഴയായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം ചിന്തിക്കാതിരുന്നത്. അതാണ് ഞാൻ ചെയ്ത തെറ്റും. മാമോഗ്രാമിന് ശേഷം ബയോപ്സി എടുത്തു. അതിൽ ക്യാൻസറാണെന്ന് വ്യക്തമായി. അത് കേട്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയായി. കരയാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ വീട്ടിലാരോടും പറഞ്ഞിരുന്നില്ല. അവർ വിഷമിക്കും. മാനേജർ കരീഷ്മയാണ് എൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചത്. അവളാണ് എൻ്റെ ചേച്ചിയോടും വീട്ടുകാരോടും അസുഖവിവരം പറഞ്ഞതും. ശേഷം പരുമല ആശുപത്രി പെറ്റ് സ്കാൻ എടുക്കാൻ പോയി. അവിടെ വെച്ചാണ് എൻ്റെ അസുഖവിവരം ലീക്കായത്. അങ്ങനെയാണ് ചില യൂട്യൂബേഴ്സ് അറിഞ്ഞതും വീഡിയോ ഇട്ടതും. ക്യാൻസറാണെന്ന് വീട്ടിലറിഞ്ഞാൽ അവർക്ക് എന്നെ ഷൂട്ടിന് വിടില്ല. ചികിത്സിക്കാൻ എനിക്ക് പണം ആവശ്യമാണ്. അതാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത് ഞാൻ. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പിന്നീട് കാണിച്ചത്. അവിടെ വെച്ച് നിരവധി പരിശോധനകളും സ്കാനിങ്ങുകളും നടത്തി. 2 ആഴ്ച മുമ്പാണ് ക്യാൻസർ അവർ സ്ഥിരീകരിച്ചത്. തേർഡ് സ്റ്റേജ് കഴിയാറായി. അന്ന് ചികിത്സിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കുറച്ച് മോശം അവസ്ഥയിലാണ്. സ്തനത്തിൽ നിന്ന് അത് കക്ഷത്തിലേക്ക് വ്യാപിച്ചു. ഹൃദയത്തിൻ്റെ മസിലിലോട്ടും ശ്വാസകോശത്തിലോട്ടും വ്യാപിച്ചു.